ഹായ് മൈസൂർ പാക്ക് മാസ്റ്റർ. ഇത് മീനമ്മ സിസ്റ്റർ. ഹായ്. ഓക്കെ, ഇത് കടലമാവല്ലേ? കടലമാവ് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ചൂടാക്കണം. ഓക്കെ. ആ സമയത്ത് ആന്റി എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. ആ ഞാൻ ഇന്നലെ അവിടെ പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ട് വ്ളോഗ് എടുത്തില്ല. കാര്യം അവിടെ ഉള്ളിലോട്ട് കയറിയപ്പോ ഭയങ്കര അതാണ് എല്ലാരും ഇരിക്കാൻ വിട്ടാലും ശരിയാവില്ല കള്ളിന്റെ ഇടയിലേ. അത് തന്നെ. അപ്പൊ ഒരു ഇത് കിട്ടത്തില്ല, ഒരു സ്പെഷ്യാലിറ്റി കിട്ടത്തില്ല. അത് തന്നെ. അപ്പൊ ഇനി സൂൺ വിജയാസ് കിച്ചൺ നമുക്ക് എപ്പോ കാണാൻ പറ്റും? വിജയാസ് കിച്ചൺ, വിജയമ്മാസ് കിച്ചൺ. അപ്പൊ ആന്റിയാണ് മൂത്തതല്ലേ? മൂത്തത്. അപ്പൊ ആന്റി മൂന്നാമത്തെ ആള്. അപ്പൊ മീനമ്മ എന്നെ പോലെ രണ്ടാമത്തെ ആള്, ഇത് ഇഷാനിയെ പോലെ മൂന്നാമത്തെ ആള്. 4 പേര് നമ്മളെ പോലെ. മറ്റേ ആള് എനിക്കറിയാം. ആന്റി അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത്. എനിക്കറിയാം. പാക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ അവിടുത്തെ മെയിൻ ആൾ അമ്മു തന്നെ, ഗുണ്ട അമ്മു തന്നെയാ. അത് അമ്മു അത് തന്നെ. അങ്ങനെയാണോ? അങ്ങനെ നോക്കിയാൽ ഞാനാണ് വരുന്നത് വെച്ച് കാണാൻ വെച്ചാൽ അത് ഞാനാ. നല്ല ഷേപ്പിൽ. പക്ഷെ ഓൾറെഡി അതൊരു സ്ക്വയർ ഷേപ്പിൽ തന്നെ വരും. അപ്പൊ അത് കട്ട് ചെയ്യുമ്പോ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് അവർ പ്രൊഫഷണൽ കടയിൽ ചെയ്യുന്നത് അല്ലേ? പക്ഷെ ഒരു ഹോം മെയ്ഡ് ചെയ്യുമ്പോ ഇതാണ് കുറച്ചുകൂടെ ഒരു ഓർഗാനിക് ഫീലിംഗ്. മറ്റേതിന് അതിപ്പോ ഏത് കടയിൽ പോയാലും അത് കിട്ടും. ഷേപ്പ്ലെസ് ആയിട്ട് കിട്ടുമ്പോഴാണ് കഴിക്കാൻ ഇച്ചിരി കൂടെ ടേസ്റ്റ്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം, ഇങ്ങനെ കിട്ടണം. അപ്പോഴാണ് നമുക്ക് വീട്ടിലുണ്ടാക്കിയ ഒരു ഫീല് കിട്ടുന്നത്. അതെ. കടയിൽ അവര് മറ്റേ പ്രൊഫഷണൽ ആയിട്ട് ചെയ്ത് കടയിൽ കിട്ടുന്ന പോലെ അങ്ങ് തരുന്നതാണ്. അതിനൊരു കട ഒരു വൈബുണ്ട്. ഹോം മെയ്ഡ് ഫീലിംഗേ ഇല്ലല്ലോ. എത്ര വീട്ടിലുണ്ടായ ഹോം മെയ്ഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അതെ